ഓം ശാന്തി. സ്വയം പരമാത്മശക്തികളാൽ ഞാൻ സമ്പന്ന ആത്മാവാണെന്ന് അനുഭവം ചെയ്യുന്നു. സർവശക്തിവാൻ ബാപ്പുദാദയുടെ സമാനം ദയാഹൃദയായി ഞാൻ നാലു ഭാഗത്തുമുള്ള ആത്മാക്കളെ കാണുന്നു. ഒരു ഭാഗത്ത് വികാരങ്ങളുടെ അധീനതയിൽ ആത്മാക്കൾ ദുഃഖികളായി നിലവിളിക്കുന്നു. മറുഭാഗത്ത് പ്രകൃതിയുടെ കോളിളക്കത്തിൽ ലോകത്തിലുള്ള ആത്മാക്കൾ ബഹളം വയ്ക്കുന്നു. മനുഷ്യാത്മാക്കൾ വിളിക്കുന്നു, ഓ ഗോഡ് ഫാദർ, എന്നെ പാപത്തിൽ നിന്നും മുക്തമാക്കൂ, ദയ കാണിക്കൂ. സർവ ആത്മാക്കളും തങ്ങളുടെ ഇഷ്ടദേവി ദേവതകളെ ഓർമ്മിച്ച് ദയയാചിക്കുന്നു, വിളിച്ചുകൊണ്ടിരിക്കുന്നു, ദയ കാണിക്കൂ. ആത്മാക്കളുടെ വിളി എൻ്റെ ഹൃദയത്തിലെത്തുന്നു. ലോകത്തിലുള്ള ആത്മാക്കൾ ദുഃഖത്തിന്റെ അലകളിൽ ഒഴുകുന്നു. അവരുടെ ആശ്രയം ഒരു സർവശക്തിവാൻ ബാബയാണ്. ഒരേ ഒരു ബാബ സർവരുടെ മേലെ ദയ കാണിക്കുന്നു. ഞാൻ ആത്മാവും ബാപ്പ് സമാനം മാസ്റ്റർ ദയാഹൃദയായി സർവരുടെയും വിഘ്നങ്ങൾ ദൂരെയാക്കുന്നു. ഈ സർവ ആത്മാക്കളും ഒരു ഈശ്വരീയ സന്താനങ്ങളാണ്. എൻ്റെ ഈശ്വരീയ പരിവാരത്തിലേതാണ്. പരിവാരത്തിന്റെ ദുഃഖം കണ്ട് അവരുടെ ദുഃഖത്തെ സുഖത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ഞാൻ സങ്കല്പം വെക്കുന്നു. ബാബ എല്ലാവരോടും ദയ കാണിക്കുന്നു. അതുപോലെ ഞാനും ആരുടെ പ്രതിയും വെറുപ്പ് വെക്കില്ല. ഞാൻ സർവരുടെയും പ്രതി ദയാഹൃദയാണ്. ഞാൻ ബാപ്പ് സമാനം സർവരുടെയും പ്രതി ദയാഭാവന യുമോർജ ചെയ്യുന്നു. ചുറ്റുപാടും ദയാഭാവത്തിന്റെ അലകൾ വ്യാപ്തമാക്കുന്നു. സർവ ആത്മാക്കളുടെയും വിഘ്നങ്ങൾ സഹജമായി മാറിക്കൊണ്ടിരിക്കുന്നു. ആത്മാക്കൾക്ക് ആശ്രയത്തിന്റെ അനുഭവമുണ്ടാകുന്നു. സർവ മനുഷ്യ ആത്മാക്കളെയും തത്വസഹിതം പതിതത്തിൽ നിന്നും പാവനമാക്കുന്നു. ഞാൻ സർവർക്കും ദയാഹൃദയായി മുക്തി, ജീവൻ മുക്തിയുടെ സമ്പത്ത് നൽകാൻ നിമിത്തമാണ്. ഉയർന്ന ഭാഗ്യമുണ്ടാക്കാനുള്ള ആധാരമാണ് ഓർമ്മയുടെ യാത്ര. ശരീര നിർവഹണാർത്ഥം കർമ്മം ചെയ്യുന്നു. ഒപ്പം ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കുന്നു. ഞാൻ ഈ പഴയ ശരീരം ഒഴിവാക്കി വീട്ടിലേക്ക് പോകുകയാണ്. ഞാൻ ആത്മാ ഈ ശരീരത്തിൽ നിന്നും ഭിന്നമാണ്. ഈ രഹസ്യം മനസ്സിലാക്കി ഞാൻ ജീവിച്ചിരിക്കെ മരിച്ചതാകുന്നു. ഉറച്ച യോഗിയാണെങ്കിൽ യോഗത്തിലിരുന്ന്
ആത്മീയ സേവ ചെയ്യുന്നു. ഓർമ്മയുടെ യാത്രയിലൂടെ ആത്മാവിന് സദോ പ്രധാനമാകണം. ഓർമ്മയുടെ ചാർട്ട് വെച്ച് ഞാൻ വിഘ്നങ്ങളെ ഇറക്കിക്കളയുന്നു. ഇതു പരിധിയില്ലാത്ത കാര്യമാണ്. ഞാൻ ദയാഹൃദയും കല്യാണകാരിയുമാകുന്നു. അന്ധന്മാരുടെ വഴികാട്ടിയാകുന്നു. ബാബയെ ഓർമ്മിച്ച് വികർമ്മം വിനാശമാക്കുന്നു. ഇതാണ് വഴി. ബാബ എന്നെ വിശാല ബുദ്ധിയാക്കി ബ്രഹ്മ ശരീരത്തിൽ വന്ന് രാജയോഗം പഠിപ്പിച്ച് ദേവി ദേവതയാക്കുന്നു. ഞാൻ യോഗബലത്തിലൂടെ 5 വികാരങ്ങളെ ജയിച്ച് ജഗത് ജീത്താകാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ഞാൻ ബന്ധനമുക്തനായി സർവീസ് ചെയ്യുന്നു. ജീവിച്ചിരിക്കെ മരിച്ച അവസ്ഥയിൽ സേവ ചെയ്യുന്നു. ശരീരത്തോടുള്ള മമത്വമില്ലാതാക്കുന്നു. കല്യാണ ഭാവനയിലൂടെ ഓരോ ആത്മാവിൻ്റെയും സംസ്കാരത്തെ പരിവർത്തനം ചെയ്യുന്ന നിശ്ചയബുദ്ധി ആത്മാവാകുന്നു. പവിത്രതയുടെ ശക്തിയിലൂടെ സങ്കല്പങ്ങളെ ശുദ്ധമാക്കി ജ്ഞാനസ്വരൂപമായി കുറവുകളെ സമാപ്തമാക്കുന്നു. ബാബ സൂചന തന്നിരിക്കുന്നു. മധുരതയുടെ ഗുണം ജീവിതത്തിലുണ്ടെങ്കിൽ ഓരോ വചനവും മുക്തുപോലെയാകുന്നു. കേട്ടുകഴിഞ്ഞാൽ ഫോളോ ചെയ്യാനുള്ള പ്രേരണയുണ്ടാകുന്നു. സർവരെയും ആകർഷിക്കുന്നു. ഓം ശാന്തി.